കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ജനകീയ മതേതര മുന്നണി കാഴ്ചവെച്ചെന്ന് നേതാക്കൾ. പി.കെ. ശശി ഫാക്ടർ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നും UDFിനെ ഭരണത്തിലെത്തിക്കാൻ അത് നിർണായകമായെന്നും നേതാക്കൾ പറഞ്ഞു. പി.കെ. ശശിയെ സ്നേഹിക്കുന്ന CPMലെയും അല്ലാതെയുമുള്ള ആളുകളുടെ സ്വാധീനം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF ഭരണത്തിൽ എത്തിക്കാൻ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയതായും നേതാക്കൾ കൂട്ടിച്ചേർത്തു. വീണ്ടും CPIയുടെ ആളുകൾ എന്നെ വിളിക്കുകയാണ്, CPIയിൽ മത്സരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ CPM വിട്ട് CPIയിൽ വന്ന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് UDF കോൺഗ്രസ് അവിടെ നോമിനേഷൻ കൊടുക്കുകയും എന്നെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ നോമിനേഷൻ പിൻവലിച്ചുകൊണ്ട് CPMനെതിരെ ഞാൻ മത്സരിക്കുന്നുണ്ട് എന്നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയിട്ടാണ് ഞാൻ അവിടെ വിജയിക്കുന്നത്. 418 വോട്ടാണ് എന്റെ ഭൂരിപക്ഷം. ഞാൻ പിടിച്ച വോട്ടിന്റെ പകുതി വോട്ട് പോലും, എന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി വോട്ട് പോലും അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് 10 വർഷമായിട്ട് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് തൃക്കണ്ണൂർ. 2015 തൃക്കണ്ണൂരത്തെ LDF സ്ഥാനാർത്ഥി CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്നത് 300 ശതമാനം വോട്ടിന്റെ ഫലത്തിലാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം തൃക്കണ്ണൂരായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു മാഷ് അവിടെ ജയിക്കുന്നത് 200 ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തില്. അപ്പൊ CPMന്റെ കോട്ട എന്ന് പറയുന്ന തൃക്കണ്ണൂർ ഇത്തവണ UDFിന് അനുകൂലമായിട്ട് കൂടിയിരിക്കുക. ചെറിയ വോട്ടൊന്നുമല്ല, 214 വോട്ടങ്ങാണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 2020. അവിടെ ഇത്തവണ 65 വോട്ടിനാന്ന് തോന്നുന്നു UDFിന്റെ സ്ഥാനാർത്ഥി വലിയ രീതിയിൽ ജയിച്ചിരിക്കുകയാണ്, 65 വോട്ടിന്. അതേപോലെ തന്നെ കുമ്പളംചോല, അതേപോലെ തന്നെ പൂഞ്ചോലയുടെ CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ആ സിറ്റിംഗ് സീറ്റിലാണ് ഇന്ന് BJP ജയിച്ചിരിക്കുന്നത്. അതുപോലെ BJPയുടെ വോട്ടുകൾ മേടിച്ചിട്ടാണ് CPI അവിടെ കല്ലമല 4ാം വാർഡിൽ സീറ്റ് നിലനിർത്തിയിരിക്കുന്നത്. BJPയുടെ സിറ്റിംഗ് സീറ്റിലെ BJPയോടുള്ള ആ പ്രദേശത്തെ ആളുകൾ അസംതൃപ്തി മുതലെടുത്തുകൊണ്ട് വില കൊടുത്ത് മേടിച്ചിട്ടാണ് കാഞ്ഞിരപ്പുഴയിലെ CPI ഒരു സീറ്റിൽ ജയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ തന്നെ CPMന്റെയും LDFന്റെയും സീറ്റുകൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലൂടെ വിജയിച്ചു വന്നിരിക്കുകയാണ്. അവിടെ ഒരു UDF ഫാക്ടർ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാഞ്ഞിരപ്പുഴയിലും ഈ പറയുന്ന 3 അക്ഷരം PKS എന്ന് പറയുന്ന 3 അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ CPMലുണ്ട്, അതല്ലാതെ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളുടെയൊക്കെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാഞ്ഞിരപ്പുഴയിൽ UDFന് കിട്ടിയിരിക്കുന്നത്. അത് കാഞ്ഞിരപ്പുഴയിൽ മാത്രമല്ല, പാലക്കാട് ജില്ല തന്നെ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്ക് മനസ്സിലാവും. ഒരു PK ശശി ഫാക്ടർ തന്നെ പാലക്കാട് എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്.